വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത് തുടരുകയാണ്. കെ.പി.സി.സിയുടെ വിലക്ക് ലംഘിച്ച് ഇന്നലെ രാത്രിയിലും വിവിധ ഇടങ്ങളിൽ വലിയ പ്രകടനങ്ങളാണ് നടന്നത്. വയനാട് ജില്ലയിൽ ഉൾപ്പെടെ ഇന്നും വി.ഡി. അനുകൂല പ്രകടനങ്ങൾ നടക്കും. അപ്പോൾ അനുകൂല പ്രകടനങ്ങൾ നടന്ന ഇടങ്ങളിലേക്ക് കൂടെ നമ്മൾ പോവുകയാണ്. കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് റഫീഖ്, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് എന്നിവർ വിവരങ്ങൾ നൽകും. ആദ്യം പോകാം കോഴിക്കോടേക്ക്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ വി.ഡി. അനുകൂല പ്രകടനങ്ങൾ സംസ്ഥാനത്തെങ്ങും നടക്കുകയാണ്. അപ്പോൾ കെ.പി.സി.സി പറയുന്നു പ്രകടനങ്ങൾ നടത്തി അങ്ങനെ ഒരു പക്ഷം പിടിച്ച് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു, വിലക്ക് നൽകുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു വി.ഡി. തരംഗം സംസ്ഥാനത്തുടനീളം കാണാനുണ്ട്. എന്താണ് കോഴിക്കോട് മറ്റ് ജില്ലകളിലെയും അവസ്ഥ? ജിൽസി, ഗുഡ് മോർണിംഗ്. നമ്മളിത് നേരത്തെ കണ്ടത് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ്. അന്ന് വി.എസ്. അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി അണികൾ തന്നെ തെരുവിലിറങ്ങുകയും പിന്നീട് പാർട്ടിക്ക് ആ അണികളുടെ പ്രതിഷേധത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വി.എസ്. അച്യുതാനന്ദന് അന്ന് സീറ്റ് ലഭിക്കുകയും പിന്നീട് ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ തെരുവുകളിൽ പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം ഇറങ്ങിക്കൊണ്ട് പാർട്ടി എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ പാർട്ടി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അണികളുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലയിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വലിയ ജനപങ്കാളിത്തമുള്ള പ്രകടനങ്ങൾ തന്നെയാണ് നടന്നത്. നേരത്തെ കണ്ണേക്കരളെ വി.എസ്. എന്നായിരുന്നുവെങ്കിൽ ഇന്ന് കണ്ണേക്കരളെ വി.ഡി.എസ്. എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അണികളും ജനങ്ങളും ഒന്നടങ്കം തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ യു.ഡി.എഫിൻ്റെ വിജയത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചൊരു ജില്ലയാണ് കോഴിക്കോട്. ഒരു സീറ്റിലൊക്കെ മറ്റെല്ലാ സീറ്റിലും യു.ഡി.എഫിന് വിജയിക്കാനായി അത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടി നിൽക്കുന്ന പ്രവർത്തകരെയാണ് ഈ തരത്തിലുള്ളൊരു തീരുമാനം നിരാശരാക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനാണ് ഈ വിജയത്തിനൊക്കെ തന്നെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു വിജയം യു.ഡി.എഫിന് സമ്മാനിക്കാനായത്. ആ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. കോഴിക്കോട് നഗരത്തിൽ മാനാഞ്ചിറ മുതൽ കിഡ്സൺ കോർണർ വരെ വലിയ ആൾപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു വി.ഡി. സതീശന് അനുകൂല പ്രകടനം നടന്നു. അതോടൊപ്പം തന്നെ പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര ഉൾപ്പെടെയുള്ള വിവിധ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ചില കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഗ്രൂപ്പുകളായി വിവിധ വാട്സപ്പ് ഗ്രൂപ്പ് മുഖേനയാണ് ഈ രീതിയിലുള്ള പ്രചരണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആളുകൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കീഴിലല്ലാതെ ആൾക്കൂട്ടം ഒരു അനുകൂല പ്രകടനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രചരണത്തിൽ കണ്ട അതേ ആൾക്കൂട്ടം തന്നെ വി.ഡി. സതീശന് അനുകൂല പ്രകടനങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ കോഴിക്കോട് തിരുവമ്പാടി അടക്കമുള്ള മേഖലയിൽ വി.ഡി. സതീശന് തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടില്ലെങ്കിൽ അത്തരത്തിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ വിവിധ മേഖലയിൽ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ടായി. ഏതായാലും കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും പ്രകടമായി ഈ അണികളുടെ ഈ വി.ഡി. സതീശന് അനുകൂല നിലപാട് കണ്ടത്. അവരൊക്കെ തന്നെ തെരുവിലിറങ്ങി നേതൃത്വത്തെ തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നേതൃത്വത്തെ ശരിയായ തീരുമാനം എടുപ്പിക്കണം എന്നുള്ളൊരു അത്തരത്തിലൊരു നിശ്ചിതാർത്ഥ്യത്തോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള വി.ഡി. സതീശന് അനുകൂല പ്രകടനങ്ങളിലേക്ക് പോകുന്നത്. കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിലും സമാനമായ രീതിയിൽ നമുക്കറിയാം കെ സുധാകരന്റെ തട്ടകത്തിലും അതുപോലെ കെ.സി. വേണുഗോപാലിന്റെ ജന്മനാട്ടിലൊക്കെ തന്നെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രീതിയിലുള്ള വി.ഡി. സതീശന് അനുകൂല ആളുകളുടെ പ്രകടനങ്ങൾ ഉണ്ടായി. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയതിന്. മധ്യകേരളത്തിലേക്ക് പോകുമ്പോൾ മുഹമ്മദ് റഫീഖ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മധ്യകേരളത്തിലും വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും ഒപ്പം തന്നെ നടപടികളും ഒക്കെ ഉണ്ടായ ദിവസം കൂടിയാണ് കടന്നുപോയത്. റഫീഖ്, അപ്പോൾ വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, വിലക്ക് മറികടന്നുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് വിലക്ക് മറികടന്നതിനുള്ള നടപടികൾ കൂടി ഏറ്റെടുക്കുന്നു. എന്നാലും പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല. ജിൽസി പറഞ്ഞ പോലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്നൊരു വെളുത്ത പുക വി.ഡി. സതീശന് അനുകൂലമായി ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് എറണാകുളം ജില്ലയിലെയും അതുപോലെ മധ്യ കേരളത്തിലെയും കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ പ്രാദേശിക ഭാരവാഹികളും ഉള്ളത്. ഇന്നലെ എറണാകുളം ജില്ലയിലും ഏതാണ്ട് എറണാകുളം നഗരത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും മഴയെപ്പോലും അവഗണിച്ച് നടന്ന 13ഓളം പ്രകടനങ്ങളാണ് നടന്നത്. ഈ 13 പ്രകടനങ്ങളിൽ കുട്ടികളടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. അതേസമയം ഇടുക്കിയിൽ വി.ഡി. അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ നടപടികളുണ്ടായി. ആലപ്പുഴയിലും വൻതോതിൽ ആളുകളെ പങ്കെടുത്തുള്ള പ്രകടനങ്ങൾ നടന്നു. കോട്ടയത്തും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും എറണാകുളം ജില്ലയിൽ ചില ഭാഗങ്ങളിൽ പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കോതമംഗലത്ത് രാവിലെ പ്രകടനം നടത്തുമെന്നുള്ള രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത്. വി.ഡി. സതീശൻ്റെ ജില്ലയായ എറണാകുളത്ത് പറവൂരിൽ വലിയ രീതിയിൽ വി.ഡി. സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ വലിയ രീതിയിലാണ് ആളുകൾ കൂടിയത്. അതുപോലെ വി.ഡി. സതീശൻ്റെ ജന്മസ്ഥലമായ മരട് കുണ്ടന്നൂരിലും ഇന്നലെ പ്രകടനം നടന്നിരുന്നു. ഇവിടെയും വലിയ തോതിൽ വന്നു. എറണാകുളം ജില്ലയിലേക്ക് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെ
ഹൈക്കമാൻഡ് തങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്നും VD സതീശന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. ഇത്തരത്തിലൊരു വെളുത്ത പുക ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേസമയം VD സതീശൻ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെ ഇത് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകും എന്നുള്ള സൂചനകളും ഇപ്പോഴും ഉണ്ട്. ജിൽസി.